എന്റെ അമ്മേ. ആദ്യമായിട്ടായതുകൊണ്ടാ ചേച്ചി, നമ്മക്കിതൊന്നും ശീലമില്ലല്ലോ. എടാ അണ്ണാക്കോട്ടനെ ആരെങ്കിലും മരങ്ങേറ്റം പഠിപ്പിക്കണ? നമ്മളൊക്കെ ആണുങ്ങളല്ലേ? നീ നോക്കിയും കണ്ടും ഒക്കെ ചെയ്താ മതി. മോനെ, മോന്റെ കരയുന്ന കട്ടലിലെ കാലെല്ലാം ചന്തേട്ട ശരിയാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ ഒച്ചപ്പാടുണ്ടായിട്ട് നാട്ടാറ് മുഴുവൻ കേൾക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഈ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചടാ. നോട്ടി ചന്തേട്ടൻ. നീ എന്നാലും കവലപ്പനാണ്ടോ? ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചു തരാം, നീ അത് കണ്ടു പഠിക്കും. എനിക്കറിഞ്ഞൂടെ ഞാൻ പോൺ വീഡിയോസ് ഒന്നും കാണൂലെന്ന്. ഇത് പോണല്ലടാ പോത്തെ. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. പിന്നെ കഥ കുറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓ, അത് ഞാൻ ഏറ്റു. തിന്നോ, 3 നേരവും മുടങ്ങാണ്ട് തിന്നോ. കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രി ലേഹ്യം വേഗം തിന്നോ. ഹലോ ജയശേട്ടാ, ഒന്ന് കാണാൻ പറ്റുമോ? ജാതകം കിട്ടി സാറേ, ജീവിതം സെറ്റ് സാറേ, ഐ ഗോട്ട് മൈ ഡൈനോസറേ, ഇതെന്റെ ബാർബി സാറേ, ജാതകം കിട്ടി സാറേ. ബിരിയാണി. ചേട്ടാ, ട്രിപ്പെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ട്രിപ്പൊക്കെ സൂപ്പറേനു. അതെയാ? ഞാൻ 2 CB പറഞ്ഞിട്ടുണ്ട്. ഏട്ട് ചിക്കൻ ബിരിയാണി കഴിക്കൂലേ? MB കൂടുതൽ ഇഷ്ടം. ഏ? മട്ടൻ ബിരിയാണി. ആ. സീബിയും കഴിക്കൂ. സർ, ഇതിലെന്താടോ മുട്ടയില്ലാത്ത? ഇവിടെ മുട്ട വെക്കില്ല സർ. ആ എടുത്ത കോഴികളൊന്നും മുട്ടയിടൂല? അറിയില്ല സർ, ഞാനിവിടെ പുതിയ ആളാ. അടുക്കളയിൽ പോയി 2 മുട്ട എടുത്തിട്ട് വാ. ശരി സർ. ഒയിങ്ങിയ ആ ആ പിന്നെ എന്താ കിട്ടുന്ന പാവാടെ? അല്ല, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നത് മോശമെന്നാ പണ്ടുള്ള ആൾക്കാർ പറയാം. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജയശേട്ടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ജയശേട്ടൻ പീസ്ഫുള്ളായിട്ട് കേൾക്കണം. ഒട്ടും എജിറ്റേറ്റഡ് ആവരുത്. അത് എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. മനസ്സിലായി മനസ്സിലായി, ഫ്രാങ്ക് ആണല്ലേ? എടുത്തു ക്യാമറ എടുത്തു. ഫ്രണ്ട്സ് അല്ല ഐഡിയ എടുത്തു. പ്രാങ്ക് ഒന്നുമല്ല, സത്യമായിട്ടും മരിച്ചുപോയ എൻ്റെ അമ്മമ്മയാണ് സത്യം. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്റെ വായിൽ എന്തേലും ഉണ്ടം പൊരിയും. മണ്ഡപവും ബുക്ക് ചെയ്ത് കല്യാണം കത്തും അടിച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ചതിന് ശേഷം തോന്നിയ ദിവസം പറയാ എനിക്ക് എന്റെ പുരക്കാരോട് പറഞ്ഞൂടേനോ? അറ്റ്ലീസ്റ്റ് എന്നെ ഇഷ്ടമല്ലെന്നെങ്കിലും പറഞ്ഞൂടേനോ? ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ പക്ഷെ അതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞത്. LKG തൊട്ട് എൻ്റെ ഒപ്പരം പഠിച്ച ആളാണ്. ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒന്നായിരുന്നു. ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള പാട്ട്, ഇഷ്ടമുള്ള നിറം, അങ്ങനെ അങ്ങനെ. മോനേതാ? ഏത് നായി അത്? കൃഷ്ണ, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അന്ന് വയനാട്ടിലേക്ക് ആ ട്രിപ്പ് പോയെ. അന്നവിടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രണയത്തിന് മഴവിലിൻ്റെ അഴകാണെന്ന്. ഇതാ സർ
സാറിൻ്റെ പുഴുങ്ങിയ മുട്ട. ചേട്ടാ, ഞങ്ങളുടെ പ്രണയത്തിന് ജയശേട്ടനെതിരെ നിൽക്കരുത്. എന്നെ ഇഷ്ടമായില്ലെന്നേ വീട്ടിൽ പറയാവൂ. ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കണം. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ മൊണ്ണനാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഐഡിയ അല്ല എനിക്ക് മനസ്സിലായി. നല്ല തിരക്കുള്ള റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന ഞാൻ ഒച്ചപ്പാടാക്കൂല എന്ന് വിചാരിച്ചിട്ടല്ലേ. എന്തായാലും ഇന്ന് എനിക്കിനി വേണ്ട. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളൂ. എന്നെ പെറ്റ അമ്മയാണ്, മാമ്പർത്ത ഭഗവതിയാണ്. ഇന്നോട് ഞാൻ പുറത്താലും തറവാട്ട് പറഞ്ഞ പെമ്പിളരെ കൈയും കലാശം കാണിച്ച് വശീകരിച്ചു കൊണ്ടുവന്ന മൂന്നവി ഇന്നോട് ഞാൻ പൊറുക്കൂല. എല്ലാം വെള്ളം കിട്ടാണ്ട് ചാവണേ, വെള്ളം കിട്ടാണ്ട് ചാവും. വെള്ളം. Men don't cry. Don't cry. ധൈര്യം നിൽക്കുന്നില്ലല്ലോ. ഞാൻ വീഴൂല. മാമറത്തെ ശേഷി വീഴാൻ പാടില്ല. ഞാൻ വീഴൂല. എടാ ജയ നിക്കടാടാ. എന്ത് തോന്നിയാ സടാ നീ ആ ഗോപിക എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിനി? എനിക്ക് ഓളെ ഇഷ്ടായിട്ടില്ലേ? എനിക്ക് എന്തോ ചെയ്യാന്നാ? എടാ ജയേ, നീ ആരാന്ന ഇന്റെ വിചാരം? ഓന്റെ 100 കണ്ടീഷനും 1000 ഡിമാൻഡ്സും. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ നീ മര്യാദയ്ക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ? നീ കാണിച്ച ശുദ്ധ തോന്നിയ സാർ കുട്ടീനെ വേണ്ടാന്ന് വിളിച്ചു പറയാൻ. ഇനി ഇത് ഒറ്റ കുറപ്പിച്ച കല്യാണമൊന്നുമല്ല. ഞാള് കുറച്ച് ആൾക്കാർ ഇടപെട്ടൊരു കാര്യം. അതുകൊണ്ട് എന്താ കാര്യം എന്നുള്ളത് ഞാളോടും കൂടെ പറയണം. അതിന് ഉത്തരവാദിത്തം എനിക്കുണ്ട്. പോയി എന്താണ്? താങ്ക് യു ജയേട്ടാ. നിങ്ങൾ ഈ കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓൾ അമ്മൂമ്മേന്റെ നന്ദി. കല്യാണം ഉറപ്പിച്ച പെണ്ണ് വേറൊരു പെണ്ണുമായിട്ട് കൊളുത്തിരിക്കാന്ന് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എന്നെ തന്നെ വൈറലാക്കാൻ ഉദ്ദേശിച്ചില്ല. വെച്ചിട്ട് പോണേ. മോനെ ജയ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്റെ പെരടിക്കൊന്നും കയറാൻ പറ്റില്ല. അല്ലടാ, എനിക്ക് പഠിപ്പും വിവരവും ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ട? 70 വയസ്സ് കഴിയാൻ വന്ന എന്റെ അച്ഛനെ നീ ഓർത്താ? അത് പോട്ടെ, 38 കഴിഞ്ഞ എനിക്ക് കല്യാണ യോഗമില്ല എന്നുള്ള കാര്യം നീ ഓർത്താ? ഇല്ല. അതിന് ഓ പുതിയ വല്ല കണ്ടീഷനും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എനിക്ക് ഒന്ന് ഏട്ടൻ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്നാ. മൂപ്പർ ഉദ്ദേശം വേറെന്തല്ലോ ആന്ന്. എടാ എടാ ജയ, എടാ അവിടെ ഇക്കടായിരുന്നു. എന്ത് പറഞ്ഞാൽ ഈച്ചൊക്കെ പൊട്ടി എടുത്തിട്ട് ഇറങ്ങിക്കോളൂ. എടാ നീ വേണ്ടാത്ത ചേർത്ത് നടന്നാലുണ്ടല്ലോ എന്റെ അമ്മേന്റെ ഇളയമായിപ്പോ. ഇല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടാവും കട്ടുപ്പട്ടി. എന്നാലും മോനെ പത്മിനി ഗുണങ്ങളെല്ലാം ഇല്ല ഒരു മോളല്ലേ നോള്. നിങ്ങളെ ഒലക്കേലൊരു കോടാങ്കി ശാസ്ത്രം. ചെറുപ്പത്തിലെ ഓരോ ലൊട്ടെ പഠിപ്പിച്ച് തന്നിട്ട് പത്മിനിയല്ല പത്മനാഭനെ ഞാൻ കെട്ടാൻ പോന്നെ. മോനെ മോനെ ജയ, എടാ അവിടെ നിക്കടായിരുന്നു. എനിക്ക് പെണ്ണെന്ന് നോക്കണ്ട. ആരെ കെട്ടണം, എപ്പ കെട്ടണം, എങ്ങനെ കെട്ടണമെന്ന് ഇനി മാമ്പറത്തെ ജയേഷ് തീരുമാനിക്കും. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യും. ഇതൊക്കെ അപ്പുറത്തന്നെ കുഴിച്ചിടാൻ പറ്റിയൊരു സ്ഥലം നോക്കി നോക്ക്. പത്മിനിയല്ല, പത്മനാഭനെയാ കെട്ടുക. അനീഷേട്ടൻ്റെ ഇൻസ്റ്റന്റ് എടുത്ത് നോക്ക്. ഇത്രയും വലിയ പാർട്ടിയൊക്കെ നടത്തിയിട്ട് തെണ്ടികള് നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ. മോൻ്റെ ഈ അനീഷേട്ടനെ ടാഗ് ചെയ്ത പോസ്റ്റ് എടുത്ത് നോക്ക്. അയ്യോ, ഉമ്മ വെക്കുന്നു.
എന്താ കല്യാണത്തിന് നോക്കിയ കാര്യം ഞാള് കണ്ടുപിടിച്ചു എന്തെന്നാണ് ഇവൻ പറയുന്നത്? മറ്റേതാന്ന് മഴവില്ല്. മഴവില്ല ആന്നത് മഴവില്ലെന്ന് എന്ത് മഴവില്ല്? മറ്റേതാന്ന് എന്ത് പൂന്ന് എന്ത് കുറുക്കനാ? അത് നിങ്ങൾ എന്താ ചിലക്കുന്നത്? പറയുന്നോടാ പെർക്കിയ. ബേബി എന്റെ കല്യാണം ക്യാൻസൽ ആയിരിക്കണം ബേബി. കാസർഗോഡ് തൊട്ട് പാറശാല വരെ എവിടെയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. ഉറപ്പിച്ച് 22 തന്നെ നീ എന്റെ കല്യാണം നടത്തി തരണം ബേബി. സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ. എന്താ എന്റെ റിക്വസ്റ്റ്? സാർ ഇപ്പോൾ സാർ നോക്കുന്നത് ഒരു 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്. അത് മാറ്റി ഒരു 30-35 ആക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 30 കഴിഞ്ഞ ഒരുപാട് നല്ല കുട്ടികളുണ്ട് സാർ. ബേബി ഞാനൊന്ന് വഴങ്ങി തന്നു വെച്ച് എന്റെ മേത്ത് കയറി കളിക്കറ ബേബി. 30 കഴിഞ്ഞാളൊന്നും പെൺകുട്ടികളല്ല ബേബി, ഓളെല്ലാം തള്ളച്ചികളാണ്, തള്ളച്ചികള്. അതിനെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗർഭം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഞാൻ കൃത്യമായിട്ട് എനിക്ക് പൈസ തരുന്നില്ലേ ബേബി. പോയി പണിയെടുക്ക് ബേബി, പോയി പണിയെടുക്ക്.